ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു ഉച്ച വരത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ ചെയ്യണത്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ താഴേക്ക് വരണം. രാവിലെ കുളിക്കാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറാറ്. അപ്പോൾ ഇന്നലെ ഞാൻ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ വെള്ളരിക്ക മോര് വെച്ചിട്ട് കറി വെക്കുന്നുണ്ട്. പിന്നെ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ മാങ്ങാപ്പെരുക്ക് പറയും. അപ്പോൾ അതിനുള്ള മാങ്ങ അമ്മ ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം അവരൊക്കെ പോകുമ്പോഴേക്കും കൊണ്ടുപോകണമല്ലോ. അതുപോലെ നമ്മൾ വേഗം മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് മാങ്ങാപ്പെരുക്ക് ഉണ്ടാക്കണം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മാങ്ങാപ്പെരുക്ക് തന്നെയാണോ പറയുക? നമ്മളിങ്ങനെ കടുകും ഇപ്പം അമ്മ അരക്കുന്നതിൽ കടുകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ താളിക്കാട്ടോ ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ അമ്മ മാങ്ങയും തേങ്ങയും കൂടി മിക്സിയിലൊന്ന് അരച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ കുറച്ച് പണികൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഒരുവിധം കറി അമ്മ ഉച്ചത്തേക്കുള്ള കറിയൊക്കെ അമ്മ വയ്ക്കും കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ അത് ദോശ ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പോൾ ഉപ്പേരിയോ അല്ലെങ്കിൽ മീൻ വറുക്കാനുണ്ടെങ്കിൽ അതും പപ്പടം കച്ച അങ്ങനത്തെ കുറച്ച് ഡ്യൂട്ടിയൊക്കെ എൻ്റേതാണ്. പിന്നെ തുടയ്ക്കുക, അടിച്ചോരി തുടയ്ക്കുക, പാത്രം കഴുകുക, അങ്ങനെ കുറച്ച്. അപ്പം ഞാൻ ദോശ കുഴപ്പമില്ലാതെ കിട്ടി. മാവ് പൊന്തിയ കാരണം എനിക്ക് കുഴപ്പമില്ലാതെ വട്ടത്തിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ അത് ചീനച്ചട്ടിയിൽ വറവിട്ടിട്ട് അത് അവിടെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനിന്ന് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്നിക്കിടെ കടുക് വറവിടാൻ വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോഴേക്കും ഏട്ടനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി ഏട്ടൻ ചൂടാമെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ഒരു ഹെൽപ്പാട്ടോ. ഏട്ടൻ രാവിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കും. ഇപ്പോൾ ഏട്ടനായാലും അച്ഛനായാലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് ചെയ്യാൻ. അപ്പോൾ ഇത് പിന്നെ ഏട്ടനാണ് ഇനി ബാക്കി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചട്നിയാണ് കറി ഉണ്ടാക്കുന്നത്. രാവിലെ കുറച്ചൊരു തിരക്കാണ്. അത് എല്ലാവരും പോകുന്ന കാരണം ഭയങ്കര ഒരു തിരക്ക് പിടിച്ചത്. അതുകാരണം തന്നെ എല്ലാവരും കൂടുന്നതുകൊണ്ടും നമുക്ക് അത്ര ഒരു ഭാരം തോന്നാറില്ല കേട്ടോ. എല്ലാം നമുക്ക് അതിന് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ കടുകും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മുടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചട്നിക്കുള്ളത്. അപ്പോൾ ഞാൻ ഉണക്കമുളക് അങ്ങനെ ഇടാറുണ്ടാകുന്നില്ല. ഈ ഇടയായിട്ട് ഞാൻ ഉണക്കമുളക് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മളെ ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ചട്നിയും ദോശയും വേണം. പിന്നെ നേരം ഉണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ ഉള്ളി ചമ്മന്തിയൊക്കെ അരയ്ക്കലുണ്ട്. ഇത് രാവിലെ കാരണം അച്ഛൻ നേരത്തെ പോകും. 7:30 ആകുമ്പോഴേക്കും അച്ഛൻ പോകും. അപ്പോഴേക്കും അച്ഛന് ചായയൊക്കെ കൊടുത്തിട്ട് വേണ്ട പോകും. അപ്പോൾ അത് കാരണം എല്ലാം കൂടി ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഏട്ടൻ ഏതോ ഒരു ഭാഗത്തു നിന്ന് മറിച്ചിട്ടാൽ ഇത് കിട്ടാൻ വേണ്ടി ആ ഭാഗം തിരഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ഒന്നും വേഗം മറിച്ചിട്ടാൽ കരിയട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ കുറച്ച് ഭാഗം കാറ്റിനിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ വെച്ച് ഞാൻ അങ്ങനെ കല്യാണത്തിന് മുന്നൊന്നും അങ്ങനെ പാചകത്തേക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് അവിടെ അമ്മയും ചേച്ചിയൊക്കെ നോക്കിക്കോളും. എനിക്ക് അടിക്കുക, തുടയ്ക്കുക, തിരുമ്പുക, മിറ്റടിച്ചു വരിക, അങ്ങനെ കുറച്ച് പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പാചകം ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവരുള്ള കാരണം നമുക്ക് അതിലേക്ക് തന്നെ ഇറങ്ങേണ്ട ആവശ്യം വരാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പിന്നെ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പപ്പടം കാഴ്ച അടുത്തത് ഇത് ഉച്ചയ്ക്കാണ് കേട്ടോ. പപ്പടം കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിങ്ങനെ പൊള്ളച്ച് വരുന്നത് കാണാം എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പപ്പടം കാച്ചുമ്പോൾ നടുവിലൊരു ഓട്ട കുത്തും, അല്ലെങ്കിൽ പപ്പടം ഭയങ്കര ബോർഡ് പോലെ ആകുമ്പോഴാണ്. അപ്പോൾ ഞാനും അങ്ങനെ ഒരു ഓട്ട കുത്തിയിട്ടാണ് ഇങ്ങനെ പപ്പടം കാച്ചുക. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? അതോ ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ ഹോളിടാതെ ആണോ പപ്പടം കാച്ചുക? ഇങ്ങനെ പപ്പടം കാച്ചുമ്പോൾ നല്ല ഇഷ്ടമായിട്ട് പപ്പടം കാച്ചാൻ. ഇതൊക്കെ നമ്മളിപ്പോൾ 2 സ്റ്റാൻഡിൽ അടുപ്പത്ത് അവിടെ ചോറുണ്ട്, ഒരടുപ്പത്ത് ദോശയുണ്ട്, ഒരടുപ്പത്ത് കറിയുണ്ട്. ഇപ്പോൾ കറി ആയപ്പോൾ അവിടെ ചട്നി ആയിപ്പോൾ പിന്നെ പപ്പടം കാച്ചിൽ. ഇതെന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അടുപ്പത്തുള്ള ഈ പപ്പടത്തിൻ്റെ അടുപ്പത്തുള്ള എണ്ണ ആ കഴിക്കുന്ന തുണിക്ക് ഇങ്ങനെ ആക്കി ബാക്കിയാണ് ആ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. അമ്മ അവിടെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനും ഇവിടെ അങ്ങനെ ചെയ്യും. പക്ഷെ ഇവിടെ ആരും എനിക്ക് 2 പപ്പടം കുത്തുന്ന സാധനം പപ്പടക്കോല് വേണം കേട്ടോ പപ്പടം കാച്ചാൻ. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇവിടെ ഒന്നേറ്റ് അവർ ഉപയോഗിക്കുക. ഇവിടെ അമ്മയേട്ടൻ്റെ കയ്യിൽ ഒന്ന് കാച്ചിട്ട് ഡയറക്റ്റ് പാത്രത്തേക്ക് ഇടും. എനിക്ക് അങ്ങനെ ഇടുമ്പോൾ എന്തോ ഒരു സുഖം തോന്നാറില്ല. അപ്പോൾ എനിക്കിങ്ങനെ മാല പോലെ ആയിരുന്നു ഇങ്ങനെ കോർത്ത് എന്നിട്ട് എണ്ണയൊക്കെ അത്യാവശ്യം കളഞ്ഞിട്ട് ഇടാനാണ് ഇഷ്ടം. അപ്പോൾ പാത്രത്തിലൊക്കെ കൊള്ളണില്ല. ഞാൻ അതാണ് അങ്ങനെ കുത്തി തിരിച്ച് വെക്കുന്നുണ്ട്.
അങ്ങനെ ഒരുവിധ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ദോശയും ചട്നി ഉദ്ദേശിച്ചത്, പക്ഷേ അത് ചമ്മന്തിയുടെ പോലെ തോന്നുന്നു. കുറച്ച് വെള്ളം കുറഞ്ഞു, കുറച്ചും കൂടി വെള്ളം ലൂസിൽ ഉണ്ടാക്കാറുണ്ടെന്ന് പിന്നെ തോന്നി. പിന്നെ സാമ്പാർ ഇന്ന് വെച്ചതല്ല കേട്ടോ, അത് ഇന്നലത്തെ സാമ്പാറാണ്. ദോശയും സാമ്പാറും ചട്നിയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ. ദോശയ്ക്ക് ഒന്നെങ്കിൽ ചട്നി ഉണ്ടാവും, സാമ്പാറുണ്ടാവും, അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി, എന്തെങ്കിലും 2 കോമ്പിനേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നേരത്തെ എല്ലാവർക്കും പോകുന്ന കാരണം അങ്ങനെ വെക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ഇത് മാങ്ങാപ്പിരിക്ക്, ഏട്ടൻ ദോശയുടെ ഒപ്പം മാങ്ങാപ്പിരിക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചത് ഞാനും കുറച്ചെടുക്കും. പക്ഷേ ദോശയ്ക്ക് എനിക്കത് ഇഷ്ടമായില്ല, ഭയങ്കര പുളി. ചോറിക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് ഗ്രീൻ ടീ ആണ്. ഇപ്പോൾ ഗ്രീൻ ടീ ആണ് രാവിലെ കുടിക്കാറ്, ചായക്കൊക്കെ അങ്ങനെ. എപ്പോഴെങ്കിലുമൊക്കെ പാൽ ചായ കുടിക്കാതെ അപൂർവമാണ്, അങ്ങനെ കുടിക്കാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ ചട്നിയും നമ്മളെ സാമ്പാറും മാങ്ങാപ്പരിക്ക് കൂട്ടിയിട്ട് കഴിച്ചു. പക്ഷെ മാങ്ങാപ്പരിക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, ഭയങ്കര പുളി. അല്ലാതെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ അമ്മ പോകാറായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചോറ് നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കായും പയറും കടുകും വേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടൊരു ഉപ്പേരി, അപ്പോൾ അതാണ് നിറച്ച് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഉപ്പേരി വെക്കുകയെന്ന് പറഞ്ഞാൽ നല്ല ഉണക്കമുളക് കുത്തിയിട്ട് വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ കുത്തിയിട്ടിട്ട് മുളക് പൊടി ഇട്ട്, പക്ഷേ അങ്ങനെ കഴിക്കുന്നതായിട്ട് ഇഷ്ടം. ഇവിടെ ആർക്കും എരിവ് അത്ര കണ്ട് ഇഷ്ടമല്ല. പിന്നെ അമ്മയ്ക്ക് മാങ്ങാപ്പരിക്കാക്കി കൊടുക്കുന്നുണ്ട്. എന്നും ഇങ്ങനെ ഇന്നും ഉപ്പേരി ഉണ്ടാവാറുള്ളൂ, പിന്നെ ഒഴിച്ച് കറി. ഇന്നിപ്പോൾ മാങ്ങാപ്പരിക്ക് ഉണ്ടാക്കിയപ്പോൾ മാങ്ങാപ്പരിക്കും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് അമ്മയ്ക്ക് കറിയാണ് നിറച്ച് കൊടുക്കുന്നത്. കറി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളരിക്കും തേങ്ങ അരച്ചിട്ടില്ല തോന്നുന്നു, എനിക്കത് ഓർമ്മയില്ല. വെള്ളരിക്കുണ്ട്, തൈരും കൊണ്ടുള്ള കറിയാണ് അമ്മ അന്ന് കൊണ്ടുവന്നത്. ഉച്ചയ്ക്കും ഇത് തന്നെയല്ല, അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പാത്രത്തിൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളത്. ഇതൊക്കെയാണ് രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ചൊരു സമയമാണ് കേട്ടോ. രാവിലെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് അങ്ങനെ കിട്ടാറില്ല. അപ്പോഴേക്കും അമ്മ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ അമ്മയ്ക്ക് വെള്ളവും ചോറൊക്കെ നിറയ്ക്കുമ്പോഴേക്കും അമ്മ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അധികം സമയം ഉണ്ടാവില്ല. പിന്നെ അമ്മ വേഗം പോകും. അപ്പോഴേക്കും വെള്ളമൊക്കെ പറ്റുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യും. വെള്ളവും ചോറും കറിയൊക്കെ ഞാനും ആക്കി കൊടുക്കും. രാവിലെ പറഞ്ഞൊരു തിരക്ക് പിടിച്ച സമയം. അതിപ്പോൾ മക്കളെ സ്കൂളിൽ പോകുന്നവർക്കും എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ അമ്മ ചായയൊക്കെ കുടിച്ചിട്ട് അമ്മ പോകാൻ നോക്കുക. നമ്മുടെ ബാഗിൽ വാട്ടർ ബോട്ടിലും ചോറും വെള്ളം കുപ്പിയൊക്കെ വെച്ചിട്ട് അമ്മ അങ്ങനെ പോകാൻ നോക്കുകയാണ്. അപ്പം ഇനി ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ ദോശ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ദോശയ്ക്കുള്ള ചട്നി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഇന്നലത്തേന് ചൂടാക്കി വെച്ചതാണ്. പിന്നെ ഗ്രീൻ ടീ ഇതവിടെ ആയിട്ടുണ്ട്. പിന്നെ ചോറായിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള വെള്ളരിക്കക്കറി ഇവിടെ തൈര് ഒഴിച്ചിട്ടുള്ള വെള്ളരിക്കക്കറി ഇവിടെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളത് പച്ചക്കായും പയറും കൂടിയിട്ടുള്ള ഉപ്പേരി ആയിട്ടുണ്ട്. മാങ്ങാപ്പരിക്കും ആയിട്ടുണ്ട്. പിന്നെ പപ്പടും. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതൊരു 8:30 അവർക്ക് എടുത്ത പാചകപ്പണികളും ഒക്കെ ഒരുവിധമൊക്കെ എല്ലാതും കഴിയും കേട്ടോ. പിന്നെ ഉള്ളതാണ് അടുത്തുള്ളൊരു പണിയാണ് പാത്രം കഴുകുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴുകുമ്പോൾ ഞാൻ എത്ര വേണമെങ്കിലും കഴുകിക്കൊണ്ടേയിരിക്കും. കഴുകി കഴിഞ്ഞ് ഒക്കെ വൃത്തിയാക്കി സിങ്കൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വല്ല പാത്രം കൂടുന്ന പറഞ്ഞാൽ പിന്നെ എനിക്ക് കഴുകാൻ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ആ കൂടുന്നത് തന്നെ പാത്രം കലക്കി അടിക്കാൻ തോന്നും. അങ്ങനെ ചില സ്വഭാവം ചില സമയത്തുണ്ട്. അതെന്ന് വെച്ചാൽ കഴുകുമ്പോഴൊക്കെ കുഴപ്പമില്ല, എത്ര നേരം വേണമെങ്കിലും ഞാൻ കഴുകും. ആരുടെ പാത്രം കഴുകും മടിക്കൊക്കെ കഴുകി വൃത്തിയാക്കി റേക്കൊക്കെ തുടച്ച് സിങ്കൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ ആരെങ്കിലും വല്ല പാത്രമായിട്ട് വന്നാൽ എന്തൊരു ദേഷ്യമാവുമെന്ന് അറിയാം. ചെറിയ പാത്രങ്ങളായിട്ട് സിങ്കിൽ നിന്ന് കഴുകുന്നുള്ളൂ. വലിയ പാത്രമൊക്കെ പുറത്തുനിന്നാണ് കഴുകാറ്. അങ്ങനെ പണ്ടും അതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പാത്രം കഴുകുക, വൃത്തിയാക്കുക, ക്ലീനിങ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയായിരുന്നു. അന്ന് പാചകത്തിൽ എനിക്ക് താല്പര്യമില്ലായിട്ടൊന്നുമല്ല. പക്ഷേ വീട്ടിലെല്ലാവരും ഉള്ളിയ വിചാരത്തിൽ നമുക്ക് അതിലേക്കാൻ ഇറങ്ങലില്ല. പക്ഷേ അമ്മയുടെ അടുത്തൊക്കെ നല്ല ചീത്തയാക്കിയിരുന്നു. പാചകമൊന്നും ചെയ്യേണ്ട, എവിടെയും ചെന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു വീട്ടിൽ തന്നെ എത്തിയുണ്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ പിന്നെ അത്യാവശ്യം പാചകവും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി ഏകദേശം അതവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കും. ഇനി അത് അടുത്ത പണിയാണ് ക്ലീനിങ്. അത് നല്ല വൃത്തിയാക്കി കഴുകിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനക്കേടാണ്. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലത്തെ സ്ത്രീകൾക്കും അതെ.
കുറച്ച് വൃത്തി കൂടുതലുള്ളത് പ്രത്യേകിച്ചില്ല. കടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് നല്ലൊരാശ്വാസമല്ലേ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴുകി വെച്ച പാത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പാത്രമൊക്കെ കഴുകി സിങ്കും എല്ലോടും ഗ്യാസ് സ്റ്റൗവും ഒക്കെ നല്ല വൃത്തിയാക്കി ക്ലീനായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം. അടുക്കളയിൽ കണ്ടാൽ തന്നെ ഒരു ഉന്മേഷം തോന്നും. അപ്പോൾ എൻ്റെ ചെറിയ ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.